കാസർഗോഡ് ഉദുമ മണ്ഡലത്തിലെ മയിലാട്ടിയിൽ ദേശീയ പതാകയ്ക്കരികിൽ സ്ഥാപിച്ച LDF പ്രചരണ ബോർഡ് വീണ്ടും നശിപ്പിച്ചു. ഈ മാസം 19-ന് നശിപ്പിച്ചതിനെ തുടർന്ന് മാർച്ച് 25-ന് മാറ്റിസ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത്. ബോർഡ് നശിപ്പിച്ച സംഭവത്തിൽ ബേക്കൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വീണ്ടും ബോർഡ് നശിപ്പിച്ചത്. രാഷ്ട്രീയമായ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് കാസർഗോഡ് മയിലാട്ടിയിൽ ഈ ദേശീയപാതയിൽ നിന്ന് നോക്കുമ്പോൾ കാണാം. LDF സ്ഥാപിച്ച ബോർഡാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പ്രചാരണ ബോർഡാണിത്. ഈ ബോർഡ് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ്. ബോർഡിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ബോർഡ് നശിപ്പിക്കുന്നത് രണ്ടാം തവണയാണ്. ഈ മാസം 19-ന് രാവിലെ ഇതേ സ്ഥലത്ത് സ്ഥാപിച്ച ബോർഡ് നശിപ്പിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CPIM പനയാൻ ലോക്കൽ സെക്രട്ടറി O നാരായണൻ നൽകിയ പരാതിയിലാണ് ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. അന്ന് 18-ാം തീയതി രാത്രിയാണ് ഈ പ്രചാരണ ബോർഡ് നശിപ്പിച്ച് 35,000 രൂപയുടെ നഷ്ടം അന്നുണ്ടായതായാണ് കണക്കാക്കുന്നത്. ഏതായാലും ഈ ബോർഡ് നശിപ്പിച്ചതിന് പിന്നാലെ മാർച്ച് 25-ന് തന്നെ പുതിയ ബോർഡ് LDFന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. ആ ബോർഡാണ് ഇപ്പോൾ വീണ്ടും നശിപ്പിച്ചിരിക്കുന്നത്. സമാനമായ നിലയിൽ മുഖ്യമന്ത്രിയുടെ മുഖം കീറിയെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് ഏതായാലും നേരത്തെ എടുത്ത കേസുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ബോർഡ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ ബോർഡുകൾ തകർക്കുക എന്നുള്ളത് വളരെ ആസൂത്രിതമായിട്ടൊരു നീക്കത്തിൻ്റെ ഫലമായിട്ടാണ്. കൂടുതൽ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലും വിശ്വാസ്യത വർദ്ധിച്ചു വരികയാണ്. ഇത് രാഷ്ട്രീയ പ്രതിലോമകാരികളെയും പ്രത്യേകിച്ച് വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തെ എല്ലാം വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിണറായിയാണ് അവർ ഭയപ്പെടുന്നത്. പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തെ പോലും ഈ എതിരാളികൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ പടം നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ രണ്ട് ഘട്ടങ്ങളിലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം രാഷ്ട്രീയവും എല്ലാം തന്നെ ചർച്ച ചെയ്താണ് LDF മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് രാഷ്ട്രീയ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഏതായാലും ജനങ്ങൾ തിരിച്ചറിയുമെന്നുറപ്പാണ്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.